അണ്ണൻ തമ്പി പോരെന്ന് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നത് CPI CPM പോരിനെയാണ്. പക്ഷെ അണ്ണൻ തമ്പി പോര് ഇപ്പോൾ അവിടെ ഇല്ല. CPIയും CPM തമ്മിൽ ആശയപരമായ ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന തരത്തിലാണ് CPIയും CPMന്റെയും പോക്ക്. പക്ഷേ ഈ അണ്ണൻ തമ്പി പോര് എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നടക്കുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം വയനാട് സുൽത്താൻ ബത്തേരിയിൽ ലക്ഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു നേതൃ ക്യാമ്പ് നടന്നു. ഈ ക്യാമ്പിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ചില വനിതാ നേതാക്കളൊക്കെ ട്രെയിനിൽ ഇരുന്ന് സൊറ പറഞ്ഞ് പോവുകയാണ്. അവര് പറയുകയാണ് ഞങ്ങൾ ലക്ഷ്യ ക്യാമ്പിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് തുടങ്ങുന്നിടത്താണ്. അതിനു മുമ്പ് വരെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇത്തരം ഒരു ക്യാമ്പ് നടക്കുന്നതിനെ കുറിച്ച് വലിയ വാർത്തയൊന്നും വന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുറവായി കാണുക, ക്ഷമിക്കുക. ഏതായാലും 2-3 വനിതാ നേതാക്കൾ ട്രെയിനിൽ ഇരുന്ന് സൊറ പറഞ്ഞു പോകുന്നതിന്റെ പടവും വാർത്തയും കണ്ടപ്പോഴാണ് സുൽത്താൻ ബത്തേരിയിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അതെന്റെ അനുഭവ പാളിച്ചയാകാം, ക്ഷമിക്കുക. ഏതായാലും ഇവിടെ ക്യാമ്പിന് പോയി വലിയ വായിൽ ഓരോരുത്തരെ പ്രസംഗിച്ചു. ഞാനവിടെ നീ ഇവിടെ, ഞാനവിടെ നീ ഇവിടെ എന്നൊക്കെ പറഞ്ഞു. ഒമ്പൻ പുലികൾ, പഴയ നേതാക്കൾ, VM സുധീരൻ, മുല്ലപ്പള്ളി, അതുപോലെ നമ്മുടെ MM ഹസൻ, അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ മത്സര രംഗത്തേക്ക് വരുമെന്ന സൂചനകൾ വരുന്നു. പുതിയ ആളുകൾക്ക്, സ്ത്രീകൾക്കും പുതിയ യുവജനങ്ങൾക്കുമൊക്കെ പ്രാധാന്യം നൽകണമെന്ന VD സതീശന്റെ വാദം വെറും ചവറ്റുകൊട്ടയിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ഇതൊക്കെ കണ്ട് KC വേണുഗോപാൽ എണീറ്റ് നിന്ന് ഒരൊറ്റ പ്രഖ്യാപനമാണ്: സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വേണ്ടേ വേണ്ട. ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ TN പ്രതാപനെയാണ്. TN പ്രതാപൻ ഇപ്പോൾ അവിടുത്തെ മേയർ ആകേണ്ടിയിരുന്ന ആളിനെ പൈസ കൊടുക്കാത്തത് കൊണ്ട് തട്ടിമാറ്റിയ ടീമിലൊക്കെ ഉള്ള ആളാണ് TN പ്രതാപൻ. മുമ്പ് നല്ലൊരു മനുഷ്യനായിരുന്നു. MLA ആയിരുന്നപ്പോൾ ഞാൻ നേരിട്ട് പലതവണ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തെ അഭിമുഖമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഓർക്കണമെന്നില്ല, അദ്ദേഹമൊക്കെ വലിയ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ. നമ്മൾ ഇന്ന് താഴേക്കടയിലുള്ള ഒരു പാവം മാധ്യമ പ്രവർത്തകൻ. പോട്ടെ, TN പ്രതാപനൊക്കെയാണ് നമുക്കറിയാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ വെള്ളം കോരിയത് TN പ്രതാപൻ. ഒരുപാട് ചുമരെഴുത്തൊക്കെ നടത്തിയിട്ട് അവസാനം K മുരളീധരൻ അവിടെ കൊണ്ട് മത്സരിപ്പിച്ച് K മുരളീധരനെ ഒരു വഴിക്കാക്കാമെന്ന് VD സതീശാദികൾ കരുതി. പക്ഷെ K മുരളീധരൻ തന്ത്രശാലിയും രാഷ്ട്രീയ പാഠമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ആളായതുകൊണ്ടും ആ പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ശക്തമായ സാന്നിധ്യമായി കോൺഗ്രസിലുണ്ട്. പക്ഷേ TN പ്രതാപനെ പോലെ വെറും വെള്ളം കോരൽ മാത്രം ജോലിയാക്കിയ ചില ആളുകൾ കോൺഗ്രസിനുള്ളിലുണ്ട്. അവരൊക്കെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാകരുതെന്നാണ് KC വേണുഗോപാൽ ഒരു പള്ളക്കിട്ട് കുത്തിയത്. എന്നാൽ ചില ആളുകൾ സ്ഥാനാർത്ഥികളാകും, ചിലരെ തഴയുകയും ചെയ്യും. അത് പറയുകയാണ് എന്റെ ലക്ഷ്യം. ഒന്ന്, ചാണ്ടി ഉമ്മനെ വാലിൽ തൂക്കി പുറത്ത് കളയും. ചാണ്ടി ഉമ്മനെ കളഞ്ഞിട്ട് അച്ചു ഉമ്മനെ പിടിച്ച് നിർത്തും. ചാണ്ടി ഉമ്മൻ VD സതീശനുമായി ഇടഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. VD സതീശന്റെ ഈ പോക്കത്ര ശരിയല്ല. പുതിയ ആളുകളെ തഴയുന്നു. VD സതീശൻ ഒരു കോക്കസിന്റെ ആളാണ്. കോക്കസും ആ ബന്ധത്തിൽ നിന്നാണ് VD സതീശൻ എല്ലാം പറയുന്നത് എന്ന് വിമർശിക്കുന്ന വ്യക്തി കൂടിയാണ് ചാണ്ടി ഉമ്മൻ. അവിടെ എല്ലാ സ്ഥലത്തുമുണ്ട് ചാണ്ടി ഉമ്മൻ ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ചാണ്ടി ഉമ്മന്റെ സാന്നിധ്യമുണ്ട്. അതൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് ഒപ്പമൊന്നും എത്തില്ല എങ്കിൽ പോലും കുറെയൊക്കെ തഴമ്പ് അദ്ദേഹത്തിന് ഉണ്ടാകണമല്ലോ. അതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ ചാണ്ടി ഉമ്മനേക്കാൾ നല്ല സ്ഥാനാർത്ഥി അച്ചു ഉമ്മനാണെന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ ഉള്ളത് കൊണ്ട് ചാണ്ടി ഉമ്മനെ തൂക്കി കളഞ്ഞിട്ട് അവിടെ അച്ചു ഉമ്മനെ പ്രതിഷ്ഠിക്കുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ വരുന്നത് PV അൻവറാണ്. PV അൻവർ ബേപ്പൂരോ നിലമ്പൂരോ മത്സരിക്കും. നിലമ്പൂരിൽ മത്സരിക്കാൻ സാധ്യതയില്ല. ആര്യടൻ ഷൗക്കത്ത് അതിനോട്ട് അനുവദിക്കുകയുമില്ല. പകരം ബേപ്പൂർ സുൽത്താനാകാനായിരിക്കും PV അൻവറിന്റെ നിയോഗം വരിക. ഇനി വെട്ടി ഒതുക്കാമെന്ന് കരുതിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായെങ്കിലും മത്സരിച്ച് കരുത്തു തെളിയിക്കേണ്ട വലിയ അവസരം അല്ലെങ്കിൽ വലിയൊരു ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു പക്ഷേയെങ്കിലും നല്ല ഉറപ്പായും സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം പാലക്കാട് മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രമാത്രം വേണ്ടപ്പെട്ടവനാണെന്ന് പറഞ്ഞു നടക്കുന്നു. സ്ഥലം MLA വന്നാൽ സ്ഥലം MLAയുടെ ഓഫീസിൽ പോവുകയും MLA കാണുകയും ചെയ്യുന്നത് സ്വാഭാവികമെന്ന് പറഞ്ഞ യുവ നേതാക്കൾ അവിടെയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മണ്ഡലത്തിലുള്ള ജനപിന്തുണ, കോൺഗ്രസ് അണികളുടെ പിന്തുണ ഇതുവരെ ഒട്ടും കുറഞ്ഞിട്ടില്ല. അപ്പോൾ VD സതീശനോ KC വേണുഗോപാലോ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്താൽ പറയും, പീഡന വീരന് സീറ്റ് കൊടുത്തു, കരിങ്കോഴിക്ക് സീറ്റ് കൊടുത്തു എന്നൊക്കെ വിമർശനം വരും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് അവിടെ വിജയിച്ച് തെളിയിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ UDFന്റെ ഒരു ഭാഗമാക്കും. കോൺഗ്രസ് ആ കേസും വഴക്കും ഒക്കെ നടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തില്ലെങ്കിലും UDF ക്യാമ്പിലെ പ്രധാന മുഖമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറും.
അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലൊക്കെ പോയി മത്സരിച്ച് കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടിപ്പോകും. പക്ഷെ ഒരു പക്ഷേ പാലക്കാടാണ് സേഫായ മണ്ഡലം, അതുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികൾ പറയുന്നതും. കോൺഗ്രസ് ലീഡർഷിപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള രഹസ്യ നിർദ്ദേശവും ഇത് തന്നെയാണ്: നിങ്ങൾ സ്വതന്ത്രനായി നിൽക്കുക, നിങ്ങൾ വിജയിക്കുക, ബാക്കി കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇത് മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ള വഴിയുള്ളൂ, ഓപ്ഷനുള്ളൂ, അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടഞ്ഞു പോകുമെന്ന തരത്തിലുള്ള ഉപദേശവും രാഹുലിന് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഈ അണ്ണനനിയൻ തർക്കമാണല്ലോ പറഞ്ഞു വന്നത്, ഇടയ്ക്കുന്ന സ്ഥാനാർത്ഥിയിലേക്ക് വഴിമാറിപ്പോയതാണ്. ശശി തരൂർ പറഞ്ഞു, ചില കാര്യങ്ങൾ പറഞ്ഞു. ശശി തരൂർ പറഞ്ഞു, ഞാൻ സത്യമെന്ന് തോന്നുന്നത് വിളിച്ചു പറയും, നയങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ്. കെ മുരളീധരൻ പറഞ്ഞു, അങ്ങനെ എങ്ങാനും പോയി പറഞ്ഞാൽ ഇനി നാട്ടുകാരായിരിക്കും കൈകാര്യം ചെയ്യുന്ന തരത്തിൽ ഉരുളയ്ക്കുപ്പേര് പോലെ ശശി തരൂരിന് ഒരടി കൊടുക്കുന്നത് പോലെ കൊടുക്കുകയും ചെയ്തു ഈ ലക്ഷ്യ മീറ്റിംഗിൽ. അപ്പൊ ആലോചിച്ച് നോക്കുക, ശശി തരൂര് ഇനിയും ഇതൊക്കെ പറഞ്ഞു നടക്കും. എന്താണ്? കോൺഗ്രസിന്റെ സർവാധിപത്യ രീതി, ഏകാധിപത്യ രീതി, നേതാവിന് ഗാന്ധി കുടുംബം, നെഹ്റു കുടുംബം, ഇതിനെയൊക്കെ വിമർശിച്ച് മോദിയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ നടക്കുമെന്ന് നേതൃ ക്യാമ്പിൽ തരൂര് വെല്ലുവിളിച്ചിരിക്കുന്നു. അപ്പോൾ കെ മുരളീധരൻ മാത്രമേ അതിനെ തടയിടാൻ രംഗത്ത് വന്നുള്ളൂ. ബാക്കി ആരും അതിനെ തടയിടാൻ വന്നില്ല. മറ്റ് നേതാക്കൾക്ക് തണ്ടലില്ലാത്തത് കൊണ്ടാണോ, അതോ ശശി തരൂർ എങ്ങാനും ഇടഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ നാശക്കോട്ടയാകുമോ എന്ന ഭയം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഒരു നേതാക്കളും ശശി തരൂരിനൊന്നും പറഞ്ഞിട്ടുമില്ല. ഏതായാലും മൂപ്പിളമ തർക്കം നടക്കുന്നത് കോൺഗ്രസിനുള്ളിലാണ്. ആരെ ഭരിക്കും, ആരെ വെട്ടി നേതാവാകും. ഇവിടെ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഒരൊറ്റ മനുഷ്യൻ മാത്രമേ ഉള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അയാൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും പാർട്ടി കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്രനായി മത്സരിക്കുക, ജയിക്കുക, കോൺഗ്രസിന്റെ ഭാഗമാവുക, അതല്ലാതെ മറ്റു പോംവഴി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ ഇല്ലതാനും.